നമസ്കാരം. എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് കുമാർ. +2 ഡിഗ്രി തല പ്രിലിമിനറി എക്സാമുകളെ അടിസ്ഥാനപ്പെടുത്തി അതിൽ ഉൾപ്പെടുന്ന മേഖലയായ കേരള ചിത്രകലയുമായി ബന്ധപ്പെട്ട ഒരു ചുരുങ്ങിയ വിശകലനമാണ് ഇന്നിവിടെ നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കേരള ചിത്രകലയുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ നമുക്ക് PSC തലത്തിൽ ചോദിക്കുവാൻ സാധ്യതയുണ്ട്, അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ നമുക്കിവിടെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമേ കേരള ചിത്രകലയുമായി ബന്ധപ്പെട്ട 2 വ്യക്തികളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നു. ഒന്ന് KCS പണിക്കർ, മറ്റൊരു വ്യക്തി രാജാ രവിവർമ്മ. KCS പണിക്കർ, രാജാ രവിവർമ്മ കേരള ചിത്രകലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തരായ 2 പേരാണ് ഈ 2 പേർ. രാജാ രവിവർമ്മ എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? കേരള ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. കേരള ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മ. എന്നാൽ ആധുനിക കേരള ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് KCS പണിക്കരാണ്. ആധുനിക കേരള ചിത്രകലയുടെ പിതാവ് KCS പണിക്കരാണ് എങ്കിൽ കേരള ചിത്രകലയുടെ പിതാവ് രാജാ രവിവർമ്മയാണ്. കൺഫ്യൂഷൻ ആവരുത്. കേരള ചിത്രകലയുടെ പിതാവ് രാജാ രവിവർമ്മയാണ്. ആധുനിക കേരള ചിത്രകലയുടെ പിതാവ് KCS പണിക്കരാണ്. ആധുനിക കേരള ചിത്രകലയുടെ പിതാവ് KCS പണിക്കർ. എന്നാൽ തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്ത് സ്ഥാപിച്ച ചോളമണ്ഡലം എന്ന കലാഗ്രാമത്തിൻ്റെ സൃഷ്ടാവ് KCS പണിക്കരാണ്. PSC ചോദിച്ച ചോദ്യമാണ്. തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്ത് സ്ഥാപിക്കപ്പെട്ട ചോളമണ്ഡലം എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് വില്ലേജിൻ്റെ സ്ഥാപകൻ KCS പണിക്കരാണ്. തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്ത് സ്ഥാപിച്ച ചോളമണ്ഡലം എന്ന കലാഗ്രാമത്തിൻ്റെ സൃഷ്ടാവ് KCS പണിക്കർ. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ട് ഗാലറി ഏതാണെന്ന് ചോദിച്ചാൽ ചിത്രകൂടം എന്നുള്ളതാണ് ഉത്തരം. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ട് ഗാലറി ചിത്രകൂടമാണ്. ആ ചിത്രകൂടം എന്ന് പറയുന്ന സ്വകാര്യ ആർട്ട് ഗാലറിയുടെ സ്ഥാപകൻ CN കരുണാകരനാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആർട്ട് ഗാലറി ആയ ചിത്രകൂടത്തിൻ്റെ സ്ഥാപകൻ CN കരുണാകരനാണ്. എന്നാൽ CN കരുണാകരൻ്റെ പ്രശസ്തമായ ഒരു ചിത്രമാണ്, പെയിൻറ്റിംഗ് ആണ് ട്രൈബൽ വിച്ചസ്. CN കരുണാകരൻ്റെ പ്രശസ്തമായ ഒരു പെയിൻറ്റിംഗ് ആണ് ട്രൈബൽ വിച്ചസ്. എന്നാൽ KCS പണിക്കർ, ആധുനിക കേരള ചിത്രകലയുടെ പിതാവാണ് KCS പണിക്കർ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചില ചിത്രങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ക്രിസ്തുവും ലാസറും. KCS പണിക്കർ, ആധുനിക കേരള ചിത്രകലയുടെ പിതാവ് KCS പണിക്കർ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങൾ നോക്കുന്നു. ഒന്ന്, ക്രിസ്തുവും ലാസറും. 2, ഗാർഡൻ സീരീസ്. 3, മൂൺ ഓൺ ദി ക്രോസ്. 1, ക്രിസ്തുവും ലാസറും. 2, ഗാർഡൻ സീരീസ്. 3, മൂൺ ഓൺ ദി ക്രോസ്. പിന്നെ 4-മത്തേത് ലുംബിനി. നോക്കൂ, KCS പണിക്കരുടെ മറ്റൊരു ചിത്രമാണ് ലുംബിനി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന ചിത്രമാണ് വേർഡ്സ് ആൻഡ് സിംബൽസ്, വാക്കുകളും പ്രതീകങ്ങളും. അങ്ങനെയും ചോദിക്കാം, മലയാളീകരിച്ച് ചോദിക്കാം. റൈറ്റ്, വേർഡ്സ് ആൻഡ് സിംബൽസ് അല്ലെങ്കിൽ വാക്കുകളും പ്രതീകങ്ങളും. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്തമായ ചിത്രമാണ് മാത്തമാറ്റിക്കൽ ഓർഡർ ഇൻ ആസ്ട്രോണമി എന്നുള്ളത്. നോക്കൂ, KCS പണിക്കരുടെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. 1, ക്രിസ്തുവും ലാസറും. 2, ഗാർഡൻ സീരീസ്. 3, മൂൺ ഓൺ ദി ക്രോസ്. 4, ലുംബിനി. 5, വേർഡ്സ് ആൻഡ് സിംബൽസ്. 6, മാത്തമാറ്റിക്കൽ ഓർഡർ ഇൻ ആസ്ട്രോണമി. കേരളത്തിലെ പ്രശസ്തയായ ചിത്രകലാകാരിയാണ് TK പത്മിനി. TK പത്മിനി ജനിച്ചത് പൊന്നാനിയിലാണ്. കേരളത്തിലെ പ്രശസ്തയായ ഒരു വനിതാ ചിത്രകലാകാരി TK പത്മിനി. TK പത്മിനിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ: 1, വുമൺ. 2, ഗ്രോത്ത്. 3, ഡ്രീം ലാൻഡ്. 4, ഡോൺ. 5, ഗേൾ ഫ്ലൈയിങ് കൈറ്റ് എന്നിവയാണ്. നോക്കൂ, കേരളത്തിലെ പ്രശസ്തയായ ചിത്രകലാകാരിയാണ്, പൊന്നാനിയിലാണ് ജനിച്ചത്. അവരുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് 1, വുമൺ. 2, ഗ്രോത്ത്. 3, ഡ്രീം ലാൻഡ്. 4, ഡോൺ. 5, ഗേൾ ഫ്ലൈയിങ് കൈറ്റ് എന്നിവ. ഇനി
രാജ രവിവർമ്മ. കേരള ചിത്രകലയുമായി ബന്ധപ്പെട്ട പ്രശസ്തനായ വ്യക്തിയാണ് ആര്? രാജ രവിവർമ്മ. കേരള ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്നു രാജ രവിവർമ്മ. ആധുനിക കേരള ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്നത് KCS പണിക്കരാണ്. മാറിപ്പോവരുത്. രാജ രവിവർമ്മ കേരള ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹം അറിയപ്പെടുന്നത് ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നു. നോക്കൂ, രാജ രവിവർമ്മ അറിയപ്പെടുന്നത് ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നു. ആര്? ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ രാജ രവിവർമ്മ. അതുപോലെ തന്നെ രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ്. രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഓർക്കുക. എന്നാൽ രാജ രവിവർമ്മ പുരസ്കാരം നൽകുന്നത് ചിത്ര ശില്പകലാരംഗത്ത് നൽകുന്ന പുരസ്കാരമാണ്. രാജ രവിവർമ്മ പുരസ്കാരം ചിത്ര ശില്പകലാരംഗത്തെ മികവ് തെളിയിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരമാണ് രാജ രവിവർമ്മ പുരസ്കാരം. നോക്കൂ, രാജ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. രാജ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ: 1 മൈസൂർ ഖേദ, 2 ജടായുവധം, 3 സീതാബന്ധനം. നോക്കൂ, 1 മൈസൂർ ഖേദ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാജ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. 1 മൈസൂർ ഖേദ, 2 ജടായുവധം. നോക്കൂ, മൈസൂർ ഖേദ, ജടായുവധം, സീതാബന്ധനം. അടുത്ത ചിത്രങ്ങൾ നോക്കൂ: സീതാ സ്വയംവരം, കൂടാതെ ആദിശങ്കരനും ശിഷ്യന്മാരും, അർജുനനും സുഭദ്രയും, വിശ്വാമിത്രനും മേനകയും. നോക്കൂ, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാജ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട മറ്റു ചിത്രങ്ങൾ: സീതാ സ്വയംവരം, ആദിശങ്കരനും ശിഷ്യന്മാരും, അർജുനനും സുഭദ്രയും, വിശ്വാമിത്രനും മേനകയും. പിന്നെയോ ശ്രീകൃഷ്ണനും യശോദയും, മലബാർ സുന്ദരി, നള ദമയന്തി, രാധാമാധവം. നോക്കൂ, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാജ രവിവർമ്മയുടെ മറ്റു ചിത്രങ്ങളാണ് ശ്രീകൃഷ്ണനും യശോദയും, മലബാർ സുന്ദരി, നള ദമയന്തി, രാധാമാധവം. കൂടാതെ ശ്രീരാമ പട്ടാഭിഷേകം, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ദർഭമുന കൊണ്ട ശകുന്തള, ശ്രീരാമ പട്ടാഭിഷേകം. മറ്റു ചില പ്രധാനപ്പെട്ട രാജ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട മറ്റു ചില ചിത്രങ്ങളാണ് ശ്രീരാമ പട്ടാഭിഷേകം, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ദർഭമുന കൊണ്ട ശകുന്തള. അതുകൂടാതെ ശ്രീരാമ പട്ടാഭിഷേകം എന്നിവ. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. ശങ്കർ മെമ്മോറിയൽ കാർട്ടൂൺ മ്യൂസിയം അത് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരത്താണ്, ആലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം കായംകുളമാണ്. അതറിയപ്പെടുന്നു ശങ്കർ മെമ്മോറിയൽ കാർട്ടൂൺ മ്യൂസിയം എന്നറിയപ്പെടുന്നു. അത് കറക്റ്റായിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ, കൃഷ്ണപുരം എന്ന് പറയാം, അല്ലെങ്കിൽ കായംകുളം. റൈറ്റ്. ഇതാണ് കേരള ചിത്രകലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.